നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആര് എതിലെ പോയാലും കേരളത്തിന് കിടക്കുപറുതിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കടലിൽ കൂടി പോയ കപ്പൽ മറിഞ്ഞ് ഇപ്പോൾ കേരളം തികഞ്ഞ ആശങ്കയിലാണ്. കേരളത്തിന്റെ കൊച്ചി തീരത്ത് നിന്ന് 39 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായി അറബിക്കടലിലാണ് ചരക്ക് കപ്പൽ ചെരിഞ്ഞത്. ഈ ചരക്ക് കപ്പൽ ഇപ്പോൾ 90% കടലിലേക്ക് താഴ്ന്നു. ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. കണ്ടെയ്നറുകൾ കടലിലൂടെ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരങ്ങളിൽ അടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. എറണാകുളം, ആലപ്പുഴ തീരങ്ങളിലാണ് കൂടുതൽ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ തീരങ്ങളിലും ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞേക്കാനുള്ള സാധ്യതകളുണ്ട്. കാർഗോയിൽ മറൈൻ ഗ്യാസ് ഓയിലാണ് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചു. ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ. ഈ കാർഗോ തീരത്തടിഞ്ഞാൽ ഒരു കാരണവശാലും ജനങ്ങൾ അതിൽ സ്പർശിക്കരുത് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. അത് തുറക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്, വലിയ അപകടമുണ്ടാകും. തീരത്ത് കണ്ടെയ്നറുകളോ സമാനമായ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവയ്ക്കടുത്ത് പോകരുത്. ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ വിളിച്ച് വിവരമറിയിക്കണം. തീരത്ത് എണ്ണപ്പാട കണ്ടാൽ അതിൽ തുടരുത്. തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറയുന്നു. ചെരിഞ്ഞ കപ്പൽ നിവർത്താനും കണ്ടെയ്നറുകൾ മാറ്റാനുമുള്ള നീക്കങ്ങൾ ഏറെക്കുറെ പരാജയപ്പെട്ടു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ പുറംകടലിൽ എത്തിയിരുന്നു. കപ്പൽ വലിച്ച് കരക്കെടുപ്പിക്കാനുള്ള നാവികസേനയുടെ ശ്രമം പരാജയപ്പെട്ടു. നാവികസേനയും കോസ്റ്റ് ഗാർഡും കപ്പലിന്റെ സ്ഥിതി നിരീക്ഷിക്കുന്നു. ലൈബീരിയൻ പതാക വഹിക്കുന്ന MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ചുഴിയിൽപ്പെട്ടാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് എന്ന് ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തി. കപ്പലിലുള്ളത് ഏകദേശം 400ഓളം കണ്ടെയ്നറുകൾ. കപ്പലിന് വളരെ അടുത്തായി INS സുജാത ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു. കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്താൻ വിദഗ്ധർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുന്ന സാഹചര്യത്തിൽ വലിയ അപകടമുണ്ടാകും എന്ന ഭീതി ഇപ്പോൾ നിലനിൽക്കുന്നു. കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നു. ഇത് പുലർച്ചെ 7 മണി വരെ കപ്പൽ സുരക്ഷിതമായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ പൊടുന്നനെ കപ്പൽ താഴുകയായിരുന്നു. കപ്പലിനുള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറി തുടങ്ങി എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ, വെരിലോ, സൾഫർ ഫ്യൂൽ ഓയിൽ എന്നിവ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡിന്റെ മുന്നറിയിപ്പ്. 184 മീറ്റർ നീളവും 26 മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത്. ഗ്രോസ് ടണ്ണേജ് ഭാരം 16,799 ടൺ. ഡെഡ് വെയ്റ്റ് ടണ്ണേജ് ഭാരം 22,994. 1997 MSC എൽസ 3 കമ്മീഷൻ ചെയ്തത്. ശരാശരി 6.7 നോട്ട്സ് വേഗതയിൽ സഞ്ചരിക്കാവുന്ന ചരക്ക് കപ്പൽ. തൂത്തുക്കുടിയിൽ നിന്ന് മെയ് 18 ഈ കപ്പൽ പുറപ്പെട്ടത്. പിന്നീട് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ കപ്പൽ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. കപ്പൽ ഇന്ന് രാവിലെ 5 മണിക്ക് കൊച്ചി തുറമുഖത്ത് എത്തേണ്ടിയിരുന്നു. ഫീഡർ കപ്പൽ ആയതുകൊണ്ട് തന്നെ തൂത്തുക്കുടി, കൊളംബോ, വിഴിഞ്ഞം, കൊച്ചി, മംഗളൂരു, പനമ്പൂർ തുറമുഖങ്ങളായിരുന്നു MLC എൽസ 3 കപ്പലിന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ. ഈ വർഷം മാത്രം 16 തവണ കപ്പൽ കൊളംബോ തുറമുഖത്തെത്തിയിരുന്നു. 10 തവണ കൊച്ചി തുറമുഖത്ത് നേരത്തെ കപ്പൽ എത്തിയിട്ടുണ്ട്. 6 തവണ ബംഗളൂരു, പനമ്പൂർ തുറമുഖത്തുമെത്തി. ഇന്ന് രാവിലെ കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി. കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളൊക്കെ കടലിലേക്ക് പതിച്ചു. ഭൂരിഭാഗം ജീവനക്കാരെയും നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ കപ്പലിൽ തുടർന്നു. കപ്പൽ നിവർത്താനുള്ള ദൗത്യം കണക്കിലെടുത്താണ് അവർ കടലിൽ തുടർന്നത്. ആദ്യം കോസ്റ്റ് ഗാർഡ് കപ്പലിനടുത്ത് എത്തുമ്പോൾ അത് 26 ഡിഗ്രി ചെരിഞ്ഞ നിലയിലായിരുന്നു. കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ ശക്തമായിരുന്നു. എന്നാൽ കപ്പൽ കൂടുതൽ ചെരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുകയും ചെയ്തതോടെ ആ പ്രതീക്ഷ അസ്തമിച്ചു. ഒപ്പം കപ്പലിലേക്ക് വെള്ളം കൂടുതൽ കയറി തുടങ്ങി. ഏറ്റവും ഒടുവിൽ അവശേഷിച്ച 3 പേരെയും ഇന്ന് രാവിലെ നാവികസേന രക്ഷിച്ചു. കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിക്കും, കപ്പൽ താഴേക്ക് മുങ്ങി പോകും എന്നുറപ്പിച്ചതോടെയാണ് ക്യാപ്റ്റനെയും മറ്റ് 2 പേരെയും അടിയന്തരമായി കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കണ്ടെയ്നറുകൾക്കുള്ളിലെ ഇന്ധനം ചോർന്നാൽ അത് കടലിലെ ജീവികളെ ബാധിക്കും.
കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ നീക്കുന്നതിലും വിദഗ്ധ സംവിധാനങ്ങളുണ്ട്. കപ്പലിൽ നിലവിലുള്ളതും കടലിൽ ഒഴുകി നടക്കുന്നതുമായ കണ്ടെയ്നറുകളിലെ കാർഗോ എന്താണ് എന്നതിൽ കപ്പൽ കമ്പനിക്ക് മാത്രമേ വ്യക്തതയുള്ളൂ. കണ്ടെയ്നറുകൾ ഒഴുകി തീരത്തെത്തിയാൽ അത് അപകടകരമാണ് എന്ന് മന്ത്രി VN വാസവൻ പറയുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം തീരത്തുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തീരസേനയുടെ ഡോണിയർ വിമാനവും പെട്രോൾ യാനങ്ങളായ ICGS അർണവേഷ്, ICGS സക്ഷം എന്നിവയും നാവികസേനയുടെ പെട്രോൾ യാനമായ INS സുജാതയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ശക്തമായ കാറ്റും ഒപ്പം ചുഴിയും ചേർന്നാണ് ഇത്തരമൊരു അപകടമുണ്ടായത് എന്ന് വിദഗ്ധർ ഇപ്പോൾ കരുതുന്നു. കടലിൽ പോയ കണ്ടെയ്നറുകൾ വിദഗ്ധർ തുറന്നു പരിശോധിക്കുമെന്നും വിവിധ ഏജൻസികളുടെ സംയുക്ത ദൗത്യം ഇതിനുവേണ്ടി വിനിയോഗിക്കുമെന്നും അധികൃതർ പറയുന്നു. കപ്പൽ നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നാശത്തേക്കാൾ ഭീകരമാകും മറ്റു നഷ്ടങ്ങൾ. ഇതുകൊണ്ടുള്ള പരിസ്ഥിതി നാശം തന്നെയാണ് ഏറ്റവും വലുത്. ഇന്ധനം കടലിൽ കലർന്ന് എണ്ണപ്പാട വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആധുനിക ഉപകരണങ്ങളും വിദഗ്ധ സഹായവും വേണ്ടിവരും. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന തടകൾ ഇട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് ഉടൻ വ്യാപനം തടയേണ്ടതുണ്ട്. എണ്ണ വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് പൊതുവെയുള്ള രീതി. തീരസേനയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ വേണ്ട പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട്. റഷ്യൻ വംശജനാണ് കപ്പലിൻ്റെ ക്യാപ്റ്റൻ. കപ്പലിലുണ്ടായിരുന്ന മറ്റുള്ളവരിൽ 20 പേർ ഫിലിപ്പീൻസുകാർ, 2 പേർ യുക്രൈൻകാർ, ഒരാൾ ജോർജിയക്കാരൻ. കേരള തീരത്താണ് ഈ കണ്ടെയ്നറുകൾ അടിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു. അപകടകരമായ സാഹചര്യമാണ് മുന്നിലുള്ളത്. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ പറയുന്നു. ഒരു വശത്ത് കടലിൽ വീണ ചരക്ക് കപ്പൽ ഉയർത്തുന്ന ഭീഷണി, മറുവശത്ത് കാലവർഷം അതിരൂക്ഷമായി എത്തുമെന്ന വാർത്തകൾ. ഇപ്പോഴിതാ കനത്ത മഴയും കാറ്റും മൂലം ഗതിമുട്ടി നിൽക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.